ഹേയ്, സുഖമാണോ? ഇന്ന് നമുക്ക് സ്വർഗസമാനമായ മാൽദീവ്സിൻ്റെ സ്വന്തം നോട്ടായ റുഫിയ പരിചയപ്പെട്ടാലോ? നോക്കൂ എത്ര കളർഫുള്ളാണെന്ന്. ഇവിടെ താമസിക്കുന്നവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ റുഫിയ. നമ്മുടെ നാട്ടിലെ നോട്ട് പോലെ, കടലിൻ്റെ നിറം പോലെ ശാന്തമായ നോട്ടുകൾ, ഒരു രാജ്യത്തിൻ്റെ കഥ പറയുന്ന ഡിസൈനുകൾ, വളരെ സുതാര്യമായ നോട്ടുകളാണ് കേട്ടോ ഇത്. എത്ര നോട്ടുകൾ അടുപ്പിച്ച് പിടിച്ചാലും മറുവശം ഈ ജാലകത്തിൽ കൂടി കാണാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ നോട്ട് പോലെ തോന്നും, പക്ഷെ അടുത്തുനിന്ന് നോക്കിയാൽ ഇതിൽ മാലിദ്വീപിൻ്റെ ജീവിതം തന്നെ കാണാം. മാലിദ്വീപ്സ് ഒരു ടൂറിസ്റ്റ് കൺട്രി ആയതുകൊണ്ട് ഇവിടെ $USD അക്സെപ്റ്റ് ചെയ്യും. ഇതാണ് കേട്ടോ ഇവിടുത്തെ 5 റുഫിയ. ഈ നോട്ടിൻ്റെ തീം എന്ന് പറയുന്നത് ഇവരുടെ കായിക വിനോദവും സംസ്കാരമാണ് കേട്ടോ. ഇവിടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇവരുടെ ഗെയിം ഫുട്ബോളാണ്. അതുപോലെ ഇവരുടെ ഒരു പഴയ കാലത്തെ ശംഖാണ് കാണിക്കുന്നത്. ഇനി ഈ 10 രൂപ നോട്ടിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ അതിൽ കാണിക്കുന്ന സാംസ്കാരികവും പാരമ്പര്യവും ആണ് കേട്ടോ. ഈ മുൻവശത്ത് തെങ്ങിൽ നിന്ന് കള്ളിയെത്തുന്ന ഒരാളെ കണ്ടില്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ പുറകുവശത്ത് ഇവർ കാണിക്കുന്നത് ഇവരുടെ ഒരു പഴയ ഒരു ചെണ്ടയാണ്, അതായത് ബൊഡൂബെരു എന്നാണ് അത് പറയുന്നത് കേട്ടോ. ഇത് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 20 നോട്ടിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ വ്യവസായവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു പുരോഗതിയാണ് കാണിക്കുന്നത്. ഈ ചൂണ്ടയിട്ട് പിടിച്ച മീനുമായിട്ട് പോകുന്ന ഒരാളെ കണ്ട് ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചൂരയാണ് കേട്ടോ. പിന്നെ ഈ കാണിക്കുന്ന അവരുടെ ഒരു പഴയ കപ്പലാണ്. ഈ നോട്ടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പോളിമർ പോലെയുള്ള പ്ലാസ്റ്റിക് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ വെള്ളത്തിലൊന്നും ഈ നോട്ടുകൾ പെട്ടെന്നൊന്നും ചീത്തയായി പോവോ അല്ല കീറിപ്പോവോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ കാണുന്ന 50 നോട്ടുണ്ടല്ലോ, ഇത് നമ്മളോട് പറയുന്നത് ഇവരുടെ ഒരു ഐക്യവും ഇസ്ലാമിക മൂല്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഈ മുൻവശത്ത് വിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഒരു കുട്ടിയെ കാണാം. പിന്നെ ഇതിൻ്റെ പുറകുവശത്തേക്ക് വരുവാണെങ്കിൽ ഇവരുടെ ഒരു പഴയ ഒരു മോസ്കിൻ്റെ പടമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് പഴയ കോറൽ സ്റ്റോണൊക്കെ വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ മോസ്കാണ് കേട്ടോ. ഹുക്കുരുമിസ്കി എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ ഈ നോട്ടുകളും നാണയങ്ങളും ഒന്നും ഇവിടെയല്ല നിർമ്മിക്കുന്നത്, ഇതൊക്കെ വിദേശത്താണ് നിർമ്മിക്കുന്നത്. 100 നോട്ടിൻ്റെ തീം എന്ന് പറയുന്നത് ഇവരുടെ ദേശീയതയും മാതൃഭാഷയും ഒക്കെയാണ്. പരമ്പരാഗത വസ്ത്രമായ ലിബാസ് ധരിച്ച സ്ത്രീകളെയാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത്. പിന്നെ ഈ കാണുന്നത് അവരുടെ പുരാതനമായിട്ടുള്ള ഭാഷയിൽ എഴുതിയിട്ടുള്ള ദിവ്യക ലിപിയിൽ കൊത്തിവെച്ചിട്ടുള്ള ഒരു ചെമ്പ് തകടാണ് കേട്ടോ. 500 നോട്ടിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ അവരുടെ പരമ്പരാഗത കരകൗശല വിദ്യയൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അതായത് തടിയിൽ ഉളിയും ചുറ്റിയും ഒക്കെ ഉപയോഗിച്ച് കൊത്തുപണി ചെയ്യുന്നതും. പിന്നെ ഇതൊരു പഴയ ഒരു പരമ്പരാഗത പാത്രം കേട്ടോ, ലാക്വർ വർക്ക് ചെയ്ത ഒരു പാത്രം. പിന്നെ ഈ 1000ൻ്റെ നോട്ടാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നോട്ട് കേട്ടോ. 1000ൻ്റെ നോട്ടിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ പ്രകൃതി ഭംഗിയാണ്. അതായത് ഈ ഫ്രണ്ടിൽ കാണുന്നത് മാലദ്വീപിൽ കാണുന്ന ഒരു പച്ച കടലാമയാണ്. പിന്നെ ഈ ബാക്കിൽ കാണുന്നത് കടലിൽ കാണുന്ന ഒരു വലിയ തിമിംഗല സ്രാവാണ്. പിന്നെ വേറെ നോട്ടുകളൊക്കെ ഉണ്ട് 1000ൻ്റെ. അതിനകത്ത് നമുക്ക് മനോഹരമായ ആഡംബര റിസോർട്ടുകളും പിന്നെ മനോഹരമായ പവിഴപ്പുറ്റുകളും മാന്തറയും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഈ നോട്ടുകളിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സർക്കിളുണ്ടെന്ന് കാണുന്നത്. ആ സർക്കിൾ എന്തിനാന്ന് വെച്ചാൽ കള്ളനോട്ടുകൾ തടയാനും അതുപോലെ തന്നെ കാഴ്ച വൈകല്യമുള്ളവർക്ക് നോട്ടുകൾ തൊട്ടറിഞ്ഞ് തിരിച്ചറിയാൻ പാകത്തിനുള്ള ഒരു പ്രത്യേകതരം ചെറിയ ഡോട്ടുകളൊക്കെ ഈ നോട്ടിലുണ്ട്. എല്ലാ തരത്തിലുമുള്ള സുരക്ഷാ ഫീച്ചറുകളോട് കൂടിയാണ് ഇവിടുത്തെ എല്ലാ നോട്ടുകളും അച്ചടിച്ചിരിക്കുന്നത്. ഒരു റുഫിയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 5 രൂപയാണ്. ഒരു $USD എന്ന് പറയുന്നത് ഏകദേശം ഒരു 15.42 MVR എന്ന സ്ഥിതി നിരക്കിലാണ് പോകുന്നത്. പക്ഷേ ഈ വിനിമയ നിരക്കിലൊക്കെ മാറ്റം വരാം കേട്ടോ. നോട്ടുകൾ ഒക്കെ ഓരോ സമയത്തെ വിനിമയ നിരക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. പഴയ കാലത്ത് കടൽ വ്യാപാരത്തിനും ഇറക്കുമതിക്കുമൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളെ തുടങ്ങിയ യാത്രയാണ് കേട്ടോ ഇന്ന് മാലിദ്വീപിൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റിയായ റുഫിയായി മാറിയിരിക്കുന്നത്. പാരമ്പര്യവും അവരുടെ ജീവിതശൈലിയും എല്ലാം ഉൾക്കൊള്ളിച്ച എത്ര മനോഹരമായ നോട്ടുകളാണല്ലേ ഇവർക്കുള്ളത്. ഇതുപോലെയുള്ള നോട്ടുകൾ നമ്മുടെ നാട്ടിലും വന്നാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്നോട് അറിയിക്കണം കേട്ടോ. പിന്നെ ഈ മാലിദ്വീപിൻ്റെ സ്വന്തം റുഫിയയും എന്നെയും ഇഷ്ടമായാൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ കേട്ടോ. ഇനിയും അടുത്ത മാലദ്വീപിയൻ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.